മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ് ടു യു ഓൾ. ഇന്ന് KBC ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഏകദേശം 73 പേരെ ഇത്രയും നേരമായിട്ട് ചേർന്നിട്ടുള്ളൂ. ബാക്കി ആൾക്കാർ കുറേ വരും. അവർക്കും പ്രത്യേകം സ്വാഗതം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പ്രത്യേകം എന്നെ ഒന്നുകൂടെ പരിചയപ്പെടുത്താം. കാരണം പുതിയ ആൾക്കാരുള്ളപ്പോൾ എപ്പോഴും എല്ലാവർക്കും അറിയാൻ വരായിരിക്കും. അതുകൊണ്ട് എൻ്റെ പേര് വേലൂർ ചാക്കോ. ഞാൻ കണ്ണൂർ ഡിസ്ട്രിക്റ്റിലെ ഉളിക്കലിൽ കോക്കാട് എന്ന സ്ഥലത്ത് താമസിക്കുന്നു. ഏകദേശം 2 വർഷത്തോളമായി ഈ വിക്ടോറിയയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. കാര്യമായിട്ട് പറയുകയാണെങ്കിൽ അത്ര വലിയ ബിസിനസ് എൻ്റെ അടുത്തും ഉണ്ടായിട്ടില്ല. കാരണം നമ്മുടെ രമേശൻ സാറിന്റെ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകമായ ഒരു പ്രചോദനം, കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ലക്ഷ്യം എന്താണെന്നുള്ളതിനെ കുറിച്ച് നമ്മളെ ഫോക്കസ് ചെയ്യാനായിട്ട് പ്രത്യേകമായിട്ട് അദ്ദേഹം വിഷയത്തിൽ കൂടി നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ നമുക്കും ഒരു ലക്ഷ്യമുണ്ടാകണം. ആ ലക്ഷ്യമുണ്ടായാൽ മാത്രമേ നമുക്ക് ഗോളുണ്ടായാൽ മാത്രമേ പ്രവർത്തനം ചെയ്യുവാനായിട്ട് നമുക്കൊരു ത്വര ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഏതൊരു പ്രോഗ്രാം ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മുടെ ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചതിന് ശേഷം നമുക്ക് ആരംഭിക്കാം. അതുകൊണ്ട് ഒരു നിമിഷം അതിനുവേണ്ടി നമ്മുടെ സമയം ചെലവഴിക്കാം. ഓക്കെ, താങ്ക് യു ഓൾ. നമുക്ക് ഇന്ന് ആക്ച്വലി ഈ ഒരാഴ്ചകളിലെ ഏതാനും ദിവസങ്ങളെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള അറിവ് പകരുക എന്നുള്ളതാണ് നമ്മുടെ ഗ്രേറ്റ് ലീഡറായ മനോജ് സാറ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിന് പ്രകാരം നമ്മുടെ മിനീഷ് സാറിനെ പറ്റി അധികം ഒന്നും എപ്പോഴും പറയേണ്ട ആവശ്യമില്ല. കാരണം അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. എന്നിരുന്നാൽ തന്നെയും പുറമേരി സ്വദേശിയായ മിനീഷ് സാറ് ഇന്നലെ നമുക്ക് പ്ലാന്റ് ബേസ്ഡ് പ്രൊഡക്ട്സിനെ പറ്റി ബേസിക്കലി ഷുഗർ ബാലൻസിനെ കുറിച്ച് പറഞ്ഞു തരികയും വളരെ കീറി മുറിച്ച് മനസ്സിലാക്കി തരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഓരോ ദിവസവും ഓരോ പ്രൊഡക്റ്റിനെ പറ്റി വളരെ ആത്മാർത്ഥമായിട്ട് പഠിച്ചിട്ടും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യേക മാന്യ അദ്ദേഹമാണ് മിനീഷ് സാർ വടകര, പുറമേരി സ്വദേശിയായ അദ്ദേഹത്തെ പറ്റി അധികമൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം അദ്ദേഹം ഒരു പ്രവാസിയായിരുന്നു. ജോലി ചെയ്ത് നല്ല ശമ്പളമൊക്കെ മേടിച്ച് നല്ല ജോലി ചെയ്യുന്ന അവസരത്തില് പലപ്പോഴും നമ്മുടെ മനോജ് സാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അദ്ദേഹവുമായിട്ട് മീറ്റ് ചെയ്ത കാര്യങ്ങളും അദ്ദേഹത്തോട് ചോദിച്ച കാര്യങ്ങളും അതിനെപ്പറ്റിയൊക്കെ വളരെ ഗഹനമായിട്ട് മനോജ് സാർ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല എവിടെ പോയും ഏത് സമയത്തും, കാരണം ഒരു പരിധിയില്ലാതെ മനുഷ്യർക്ക് വേണ്ടി അറിവ് പറഞ്ഞു കൊടുക്കുന്ന മാന്യ അദ്ദേഹമാണ് ശ്രീ മിനീഷ് സാർ ഇന്ന് പ്രത്യേകിച്ച് ക്ലാസ് എടുക്കുന്ന ഞാൻ പറഞ്ഞു പ്ലാന്റ് ബേസ്ഡ് പ്രോഡക്ട്സ് ആണ് ഇന്നലെ പറഞ്ഞത്. ഇന്നലെ അഡ്വാൻസ്ഡ് ഷുഗർ ബാലൻസിനെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു. വീണ്ടും അതിന്റെ കണ്ടിന്യൂസ് ഏതെങ്കിലും 10 ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രോഡക്ട്സ് ഉണ്ടല്ലോ, അതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് അദ്ദേഹം ഓരോ പ്രോഡക്റ്റിനെ പറ്റി പറയും. ഇന്ന് അദ്ദേഹം അടുത്ത പ്രോഡക്റ്റിനെ പറ്റി തീർച്ചയായിട്ടും സംസാരിക്കും. മാത്രവുമല്ല നമ്മളേവരും പ്രത്യേകമായിട്ട് ഒരു അച്ചടക്കത്തോടു കൂടി ഇരിക്കണം. കാരണം പ്രത്യേകിച്ച് പലപ്പോഴും സംഭവിക്കുന്ന പ്രശ്നങ്ങളാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ മറന്നു പോകുന്നതായിരിക്കാം. ചിലപ്പോൾ അറിയാതെ നമ്മൾ കുട്ടികൾ വർത്താനം പറഞ്ഞുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയുന്ന ആ സിറ്റുവേഷൻ ഉണ്ടാകാതെ വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് വളരെ ശ്രദ്ധാപൂർവമായിട്ട് നമ്മുടെ വിഷയം കേൾക്കുവാനായിട്ട് ഇരിക്കണം. കാരണം അദ്ദേഹം നമ്മളോട് സംസാരിക്കുമ്പോൾ, കാരണം അദ്ദേഹം എപ്പോഴും ടൈം ചെലവഴിച്ച് അതിനുവേണ്ടി വളരെ ഡെഡിക്കേറ്റ് ആയ ഒരു മാന്യ അദ്ദേഹമാണ്. അപ്പം അദ്ദേഹം പറയുന്നതായ ആ പെയിൻ നമുക്ക് തരുന്നതായ അറിവ് നമ്മുടെ മനസ്സിലാകുമായിട്ട് കഴിയണമെങ്കിൽ നമ്മൾ വളരെ കോൺസെൻട്രേറ്റ് ആയിട്ട് ഇരിക്കണം. അതാണ് ആദ്യമായിട്ട് വേണ്ടിയത്. അതുകൊണ്ട് എല്ലാവരും മ്യൂട്ടൊക്കെ ആക്കി ഇരിക്കണം. ആരെങ്കിലും വളരെ കോൺസെൻട്രേറ്റ് ആയിട്ട് ഇരിക്കണം വിധമായിട്ട് അപേക്ഷിക്കുന്നു. ഞാൻ അധികം സമയം കളയുന്നില്ല, കാരണം അദ്ദേഹത്തിനാണ് ടൈം വേണ്ടിയത്. കാരണം കൂടുതലായിട്ട് നമ്മളോട് സംസാരിക്കാനായിട്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ സമയം ചുരുക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഡോക്ടർ സാഗർ ജോഷി സാറിനെ പ്രത്യേകം ഓർത്തുകൊണ്ടും നമ്മുടെ മനോജ് സാറിനെ ഓർത്തുകൊണ്ടും ഞാൻ വളരെ വിനീതമായിട്ട് നമ്മുടെ മിനീഷ് സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാകുന്നു. പ്ലീസ് വെൽക്കം മിനീഷ് സാർ. താങ്ക് യു ചക്കോ സാർ. ഈ രാവിലത്തെ സർക്കസ് ഒക്കെ കാണിക്കുന്നത് നമുക്ക് മാർക്കറ്റിലേക്ക് കോൺഫിഡൻസോടുകൂടി ഇറങ്ങാൻ 2 പേരോട് സംസാരിക്കാനാണ്. അതിന്റെ ആദ്യം തന്നെ ഒരു ഡിസ്ക്ലെയിമർ ഉണ്ട്. ഞാനൊരു മെഡിക്കൽ പ്രൊഫഷണൽ അല്ല, നിങ്ങളെപ്പോലൊരു സാധാരണക്കാരനാണ്. എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്നത് പ്രോഡക്റ്റ് മാത്രമാണ്.
എനക്ക് ഈ അനാട്ടമിയോ അല്ലെങ്കിൽ ഈ ഓർഗൻസിന്റെ പ്രവർത്തനങ്ങളോ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും എനിക്ക് ധാരണയില്ല. പക്ഷെ എന്നേക്കാൾ ധാരണയുള്ള ആളുകൾ ഈ സൂമിൽ തന്നെ ഉണ്ട്, മെഡിക്കൽ ഫീൽഡിലുള്ള ആളുകളുണ്ട്. ദൈവ സാഹചര്യം ഇപ്പൊ 1-2 ഡോക്ടേഴ്സ് നമ്മളെ കൂടെ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം വരും ദിവസങ്ങളിലൊക്കെ അവരെ കൊണ്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും, രാത്രിയോ അല്ലെങ്കിൽ ഒക്കെ ഈ സൂമില് സംസാരിപ്പിക്കും. അപ്പോ എനിക്ക് പറയാനുള്ളത്, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്, ഇന്നലെ നമ്മൾ അഡ്വാൻസ് ഷുഗർ ബാലൻസ് സംസാരിച്ചു, മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതൊരാൾക്ക് കൊടുക്കുമ്പോൾ ഇന്നലെ പറയാൻ വിട്ടൊരു കാര്യമുണ്ട്, ആരും ചോദിച്ചിട്ടില്ല, ആരും ഒരു മെസ്സേജ് അയച്ചില്ല. ഇത് മെഡിസിൻ ആണോ, ഇത് കഴിക്കുമ്പോ നോർമലി കുടിക്കുന്ന ഷുഗർ ഗുളിക നിർത്തണോ, ഈ ചോദ്യം ആരും കണ്ടിട്ടില്ല. നിങ്ങളായിട്ട് ആരുടെയും ഗുളിക നിർത്തരുത്. ഇതൊരു ഫുഡ് സപ്ലിമെന്റ് മാത്രമാണ്. മനോജ് സാർ ഇന്നലെ അവിടെ തലശ്ശേരി എന്ന് പറഞ്ഞ പോലെ ഇതിന്റെ ഷേപ്പ് ടാബ്ലറ്റ് രൂപത്തിലായത് കൊണ്ട് നമ്മുടെ ബ്രെയിന് വിചാരിക്കും ഇത് ടാബ്ലറ്റ് ആണ്, ഇതൊരു മരുന്നാണ്. ആ ആയിരുന്നേ ഉള്ളൂ. ഇതൊരു പോഷക ആഹാര രീതിയിലുള്ള ഒരു ഫുഡ് സപ്ലിമെന്റ് ആണ്. അത് കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ എന്ത് മെല്ലെ മെല്ലെ ഗ്രാജുവലി ഒരു 3-4 മാസം ആകുമ്പോഴത്തേക്ക് പാൻക്രിയാസിന്റെ ബീറ്റാ സെല്ലുകളൊക്കെ എന്ത് ചെയ്യും, പുനരുജ്ജീവനം നടക്കുകയും അതിന്റെ പ്രവർത്തനം പ്രോപ്പർ ആകുന്ന സമയത്ത് ഏത് ഡോക്ടറാണോ നമ്മുടെ കസ്റ്റമർ കാണിക്കുന്നത് അതേ ഡോക്ടർ തന്നെ എന്ത് ചെയ്തോളൂ, ഗുളികയൊക്കെ അതിന്റെ അളവിനനുസരിച്ച് മാറ്റി കൊടുത്തോളൂ. നിങ്ങൾ ആരും ചികിത്സിക്കാൻ പോകരുത്. ആദ്യത്തെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഇന്ന് നമ്മൾ കരളിന്റെ ആരോഗ്യത്തിന് വേണ്ടി നമുക്ക് നമ്മുടെ കമ്പനിയിൽ അഡ്വാൻസ് ലിവർ ക്ലെയിംസ് എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ഉണ്ട്. നമ്മളെ കരളിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും കരളിലുള്ള മാലിന്യങ്ങൾ പുറന്തള്ളാനും സഹായിക്കുന്ന ഒരു ഉൽപ്പന്നമാണ്. അപ്പൊ കരൾ എന്താണെന്ന് അറിയണ്ടേ? നമ്മള് പണ്ട് എല്ലാരും പറയും കരളിനാണ് ശരീരത്തിൽ ഏറ്റവും പ്രാധാന്യം, അല്ലെ, 500ഓളം ഫങ്ഷൻ ചെയ്യുന്നത് കരളാണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. സ്നേഹം കൂടുമ്പോൾ കരളെന്ന് വിളിക്കുന്ന ഒരു സ്വഭാവവും നമുക്കുണ്ട്. അപ്പൊ ഈ കരൾ എന്താന്ന് ഞാൻ പറയുന്നതിനെക്കാട്ടും നല്ലത് നല്ല അറിവുള്ള ഒരാളുടെ വീഡിയോ കേട്ടാൽ പോലെ, എല്ലാത്തിനും ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പൊ ഞാനൊരു വീഡിയോ ഷെയർ ചെയ്യാം, അതിനുശേഷം നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് സംസാരിക്കാം. സ്ക്രീൻ കേൾക്കോ സാറേ? യെസ്, ഓക്കെ. സൗണ്ട് ഉണ്ടോ? സൗണ്ട് വരുന്നു. നമ്മുടെ ശരീരം കരൾ സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണെന്ന് നോക്കാം. വയറിന് മുകളിൽ വലതുവശത്ത് ആണ് കരൾ സ്ഥിതി ചെയ്യുന്നത്. ഡയഫ്രഗത്തിന്റെയും വാരിയലുകളുടെയും താഴെയാണ് സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ തൂക്കത്തിന്റെ 2% കരൾ ഉണ്ടാകും. ഈ പ്രവർത്തനങ്ങൾ വളരെ മനുഷ്യ ശരീരത്തിലെ ാണ് കരൾ എന്ന് നമുക്ക് പറയാം. ഏതാണ്ട് 500ഓളം പ്രവർത്തനങ്ങൾ കരളിലേക്ക് വേദന അറിയുന്ന ഞരമ്പുകൾ എത്തിപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കൊണ്ട് അവിടെ വേദന ഉണ്ടാവുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആഘാതങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് നാം അറിയില്ല എന്ന് മാത്രം. അത്രയ്ക്ക് ഈ കെമിക്കലുകൾ എല്ലാവരും എത്തിപ്പെടുമ്പോൾ വേദന അനുഭവപ്പെടുന്ന ഞരമ്പുകളോട് എത്തുകയാണെങ്കിൽ തീർച്ചയായും ജീവിക്കാൻ കഴിയില്ല. ഓക്കെ, അതെന്തോ നെറ്റിന്റെ ഇഷ്യൂ, ഒന്നുകൂടി ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ. അബോധാവസ്ഥയിൽ ഇപ്പൊ റെഡിയാണോ? ഓക്കെ. അപ്പൊ കരളിന്റെ പ്രധാന ധർമ്മത്തിലൊന്നാണ് യൂറിയ നിർമ്മിക്കുക എന്നുള്ളത്. യൂറിയ നിർമ്മിക്കുന്നത് വഴി ഒരു വിഷാംശം നമ്മുടെ മനുഷ്യ ശരീരം ഇല്ലാതാക്കിയാണ് കരൾ ചെയ്യുന്നത്. ഏതെങ്കിലും കാരണവശാൽ കരളിന്റെ ഈ പ്രവർത്തനം നിലച്ചു പോയാൽ അമോണിയ നേരിട്ട് തലച്ചോറിലേക്ക് ചെല്ലുകയും അബോധാവസ്ഥയിലേക്ക് വ്യക്തി എത്തിപ്പെടുകയും ചെയ്യുന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനി വിവിധ രീതിയിലുള്ള മഞ്ഞപ്പിത്തങ്ങളുടെയും കാരണം ഇത് തന്നെയാണ്. ബിലിറുബിനെ വിഘടിപ്പിച്ച് പുറന്തള്ളുവാൻ കരളിന് കഴിയാത്ത ഒരവസ്ഥയിൽ തീർച്ചയായിട്ടും അവിടെ മഞ്ഞപ്പിത്തം ഉടലെടുക്കും. കൈകളുടെയും ചിലപ്പോൾ നിറം മഞ്ഞയായി മാറുന്നു. രോഗി ഛർദ്ദിക്കുകയും മറ്റും ചെയ്യും. അതിനെക്കുറിച്ച് ഞാൻ വിശദമായി പിന്നീട് വിശദീകരിക്കുന്നുണ്ട്.
ഇനി കരളിന്റെ മറ്റൊരു സവിശേഷത, ഇതിന് 2 ദളങ്ങളുണ്ട്. ഒന്ന് ഇടത് ദളം, മറ്റത് വലത് ദളം. അതുകൂടാതെ 2 ചെറിയ ദളങ്ങൾ പിറകിലായി കാണപ്പെടുന്നുണ്ട്. വലത് ദളം ഇടത് ദളത്തേക്കാൾ 6 ഇരട്ടി വലുതാണ്. എന്നാൽ ഏതെങ്കിലും ഒരു അസുഖം ബാധിച്ച് കരളിന്റെ ഒരു ഭാഗം തകരാറിലാകുകയാണെങ്കിൽ ആ ഭാഗം മുറിച്ചു മാറ്റിയാൽ പോലും 6 ഭാഗത്തോളം മാത്രമേ കരളുള്ളൂ എങ്കിലും ആ ഭാഗത്തിന് വളർന്നു വലുതുവാകുവാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് ഈ തിയറിയാണ് കരൾ മാറ്റ ശസ്ത്രക്രിയയിൽ ഉപയോഗിക്കുന്നത്. ഒരു വ്യക്തിയുടെ കരളിന്റെ ഒരു ഭാഗം എടുത്ത് മറ്റൊരു വ്യക്തിക്ക് നൽകുകയാണെങ്കിൽ ആ നൽകിയ വ്യക്തിയുടെ കരൾ ക്രമേണ വലിപ്പം വയ്ക്കുകയും സാധാരണ രീതിയിലാവുകയും ചെയ്യും. ഇനി കരളിനെ ബാധിക്കുന്ന അസുഖങ്ങൾ എന്താണ്? ഇതൊരു യൂട്യൂബ് വീഡിയോ ആണ്. ഇതെന്തിനാ ഇവിടെ പ്ലേ ചെയ്ത് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെയുള്ള 100 കണക്കിന് വീഡിയോ യൂട്യൂബിലുണ്ട്. നല്ല അറിവുള്ള ആളുകൾ എന്താണ് നമ്മുടെ ഓരോ ഓർഗൻസ് എന്ന് പറഞ്ഞു തന്ന വീഡിയോ ഉണ്ട്. ഇനി ഇത് കേട്ട് ആരും കൺഫ്യൂഷൻ ആണ്ട. ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല. നമ്മളെ സംബന്ധിച്ച് നമ്മള് ഡോക്ടർ ആവാനൊന്നും പോകുന്ന ആൾക്കാരല്ല. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ഒരു അവയവം ഉണ്ടെന്നും ഇത് എവിടെയാ സ്ഥിതി ചെയ്യുന്നതെന്നും ഇത് ഇത്രത്തോളം എന്താണ് ആവശ്യമുള്ള ഒരു ഉപകരണമാണ് എന്നും നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. കാരണം 400 ചില്ലാൻ ഫങ്ഷൻ ചെയ്യുന്ന ഒരു അവയവമാണ് നമ്മുടെ കരൾ എന്ന് പറയുന്നത്. നമ്മുടെ ടോട്ടൽ ബോഡി വെയിറ്റിന്റെ 2% എന്ന് പറയുമ്പോൾ ഏവറേജ് 1.2 മുതൽ 1.5 കിലോ തൂക്കം, 1.5 കിലോയുടെ അടുത്ത് വരുന്നൊരു അവയവമാണ്. അപ്പൊ അതിനെ നമ്മൾ സംരക്ഷിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്ക് ആവശ്യമുള്ള സാധനം. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, അതിനെ സംരക്ഷിക്കാറില്ല എന്നുള്ളതാണ്. നമ്മൾ ജങ്ക് ഫുഡ് കഴിക്കും, നമ്മളുടെ അസിഡിക് ആയിട്ടുള്ള ശീത പാനീയങ്ങൾ ഉപയോഗിക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യും, ഈ കരള് അതിന് വേണ്ടിയിട്ട് വല്ലാതെ എന്ത് ചെയ്യും, ബുദ്ധിമുട്ടും. അതിനെ നോർമലൈസേക്ക് പോലെ നേരത്തെ അദ്ദേഹം പറഞ്ഞ വാക്കില് വിഷാംശങ്ങളെ പുറന്തള്ളാൻ വേണ്ടിയിട്ടും വരുന്ന കെമിക്കൽസിനൊക്കെ വിഘടിപ്പിച്ച് പുറന്തള്ളാനൊക്കെ കരള് പ്രതിജ്ഞോണ്ടിരിക്കും. അപ്പൊ ഏറ്റവും നല്ല ഒരു സ്റ്റഡി, ഏറ്റവും ഏറ്റവും മെഡിക്കൽ ഒരു സ്റ്റഡി എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ സാധാരണ വെള്ളമടിക്കുന്ന ആളുകൾക്ക് നന്നായിട്ട് മദ്യപാനം നടത്തുന്ന ആളുകൾക്കായിരുന്നു ലിവർ സിറോസിസ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് കുട്ടികൾക്കും സ്ത്രീകൾക്കും ഒക്കെ ഫാറ്റി ലിവറും ലിവർ സിറോസിസും. കാരണം നമ്മൾ രാത്രി ഉറങ്ങുന്നില്ല എന്നുള്ളതാണ്. ഈ ഉറങ്ങുന്ന സമയത്താണ് ഈ കരളിലൊക്കെ റിപ്പയറിങ് നടക്കുക എന്നുള്ളതാണ്. നന്നായിട്ട് ഉറങ്ങിയില്ലെങ്കിൽ എന്ത് ചെയ്യും, കരള് കംപ്ലൈന്റ് ആവും. അപ്പൊ ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഒരാളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അത് ഇൻആഡിക്വേറ്റ് സ്ലീപ്പ് ഇൻക്രീസ് ദ റിസ്ക് ഓഫ് ഫാറ്റി ലിവർ ഡിസീസ് എന്ന് വ്യക്തമായിട്ടൊരു ആർട്ടിക്കിൾ തന്നെ ഉണ്ട്. അതിന്റെ പിക്ചർ അടക്കം നമുക്ക് എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാം. അപ്പൊ ഒരാളുടെ കരളിനെ എങ്ങനെ സംരക്ഷിക്കാം അല്ലെ? നമ്മുടെ കരളിനാണ് നമ്മൾ സംരക്ഷിക്കുന്നത്. ഏത് കരളിനാ? നമ്മൾ പുറത്തുള്ള കരളില്ല, നമ്മുടെ ഉള്ളിലുള്ള കരളിനെ അങ്ങനെ സംരക്ഷിക്കണം നമ്മൾ ഇന്നത്തെ ടോപ്പിക്. അപ്പൊ ഞാൻ നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റിന്റെ ഒരു PDF ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ ഓക്കെ. നമ്മുടെ പ്രൊഡക്റ്റിന്റെ പേര് അഡ്വാൻസ്ഡ് ലിവർ ക്ലെൻസ് എന്നാണ്. അഡ്വാൻസ്ഡ് ലിവർ ക്ലെൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ലിവറിനെ ശുദ്ധീകരണം നടത്തുന്ന ഒരു പ്രോഡക്റ്റ്. ഇത് ലിവറിന്റെ അസുഖം വന്ന് കഴിക്കേണ്ട പ്രോഡക്റ്റ് അല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരു 4 മാസമെങ്കിലും കഴിച്ചിരിക്കേണ്ട ഒരു ഉൽപ്പന്നം. ഇതെന്താ ചെയ്യുന്ന വെച്ചാല് സപ്പോർട്ട് നാച്ചുറൽ ലിവർ ഡീടോക്സിഫിക്കേഷൻ, ശരീരത്തിൽ കരളടിഞ്ഞുകൂടിയ മാലിന്യങ്ങളെ പുറന്തള്ളാൻ സഹായിക്കും. ഒരു ആന്റി ഓക്സിഡന്റായി പ്രവർത്തിച്ചുകൊണ്ട് ലിവറിന്റെ കോശങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കും. ലിവർ ക്യാൻസർ ഒക്കെ വരാതിരിക്കാൻ സഹായിക്കും. ലിവറിലെ വീക്കങ്ങൾ വരാതിരിക്കാൻ സഹായിക്കും. ലിവറിൽ നീർക്കെട്ട് വരാതിരിക്കാൻ സഹായിക്കും. റെഡ്യൂസ് ലിവർ ഇൻഫ്ലമേഷൻ, വേദന, ലിവറിന്റെ ഉള്ളിലുള്ള വീക്കങ്ങളെ തടയാൻ പറ്റും. എന്ന് വെച്ചാൽ ഇത് ഏറ്റവും ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ ലിവറിൽ എന്തെങ്കിലും ഡാമേജുകളും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അത് തിരിച്ചറിയാനുള്ള വെയിൻ അതിലില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഡാമേജ് ആയി കഴിഞ്ഞതിന് ശേഷം പലപ്പോഴും നമ്മൾ അറിയുന്നുണ്ടാവും. അതേപോലെ അതിന്റെ മെറ്റാബോളിക് ഫംഗ്ഷൻ പ്രോപ്പർ ആക്കും. ദഹന പ്രക്രിയ പ്രോപ്പർ ആക്കാൻ ഈ ഒരു നമ്മുടെ പ്രൊഡക്റ്റ് സഹായിക്കും. ടോട്ടൽ ഓവറോൾ നമ്മുടെ ലിവറിന്റെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഉദ്ദേശം. അതേസമയത്ത് തന്നെ നമുക്ക് ഫാറ്റി ലിവറുള്ള ആളുകൾക്കും ലിവർ സിറോസിസ് ഉള്ള ആളുകൾക്കും മഞ്ഞപ്പിത്തുള്ള ആളുകൾക്കും അതേപോലെ ഹൈപ്പറ്റൈറ്റിസിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ആളുകൾക്കും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം. അതേപോലെ എപ്പോഴും ഈ എന്താ പറയാ ഗ്യാസ്, നെഞ്ചിരിച്ചല് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള ആളുകൾക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പ്രൊഡക്റ്റ് കൊടുക്കാൻ പറ്റും. അപ്പൊ ഇതിന്റെ ഉള്ളിൽ കണ്ടന്റ്
ഇത് നമ്മുടെ എന്താ പറയാ നമുക്കെല്ലാം അറിയാവുന്ന കണ്ടന്റുകൾ തന്നെയാണ്. ചിഞ്ചുളപ്പന ദൂതപത്ര എന്ന് പറയും. അത് എന്ത് ചെയ്യും, നമ്മുടെ ശരീരത്തിലെ സ്കിന്നിനും ലിവറിനും ബോണിന്റെ ഹെൽത്തിനും നല്ലതാണ്. അപ്പൊ അതിൽ നിന്ന് നമ്മുടെ ലിവറിന്റെ ആരോഗ്യത്തിന് എന്താണോ ആവശ്യമുള്ളത് ആ ഒരു മൂലകോശം മാത്രം എടുത്തിട്ടാണ് ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. കിരിയാത്ത അല്ലെങ്കിൽ നിലവേപ്പ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ തഴുതാമ, പുനർനവ എന്ന് പറയും. അതേപോലെ തന്നെ ഹിംസ്ര എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ്, കാക്കത്തൊണ്ടി എന്ന് പറയുന്ന വേറൊരു ചെടി, അതേപോലെ കുന്തിരിക്കം, അതേപോലെ കീഴാർനെല്ലി. ഇത് മഞ്ഞപ്പിത്തം വന്ന സമയത്ത് നമ്മൾ കീഴാർനെല്ലി മാത്രം കഴിക്കാറുണ്ട് അല്ലെ, അപ്പോഴൊക്കെ അതിന് ആശ്വാസം കിട്ടാറുണ്ട്. അപ്പൊ ഇതില് അതേപോലെയുള്ള ഇൻഗ്രീഡിയന്റ് മറ്റുള്ള ചെടികളിൽ നിന്നും എടുത്തിട്ടാണ് ചെയ്യുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ചിക്കാരി, അതേപോലെ സീവക്ത്രോണിന്റെ നമ്മുടെ സീവക്ത്രോ എന്ന് പറഞ്ഞാല് നമ്മള് മറ്റുള്ള നമ്മുടെ അൾട്രാബറിയൊക്കെ സംസാരിക്കുന്ന സമയത്തൊക്കെ സംസാരിച്ചാണ്. ഏറ്റവും കൂടുതൽ പോഷക ആഹാരങ്ങളുള്ള ഒരു നല്ല ആന്റി ഓക്സിഡന്റ് നമ്മുടെ സ്കിന്നിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ പിന്നെ കഴിയുന്ന ഒരു ബെറിയാണ് സീവക്ത്രോണ്. അതില് എല്ലാ ഒമേഗ ഫാറ്റി ആസിഡുകളും വിറ്റാമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിലെന്താണോ നമ്മുടെ ഈ ഒരു ലിവറിന്റെ ആരോഗ്യത്തിന് ആവശ്യമുള്ളത് ആ ഒരു മൂലകോശം മാത്രം എടുത്തിട്ടാണ് ഈ പ്രൊഡക്റ്റ് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോ 1, 2, 3, 4, 5, 6, 7, 8 ഇൻഗ്രീഡിയന്റ് ആണ്. ഈ PDF നിങ്ങൾക്ക് അടുത്ത ഭാഗത്ത് റെഡ് കളർ കാണാൻ പറ്റും. ഈ 8 എണ്ണത്തിന്റെയും അതിന്റെ ശാസ്ത്രീയ നാമവും അതിന്റെ പേരൊക്കെ ഇട്ട്. അപ്പൊ ഇത് ലിവറിന്റെ സെൽ ഡാമേജിനെ എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും, ലിവറിന്റെ വീക്കത്തിനെ കുറക്കും. അപ്പൊ ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ അതിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റും. അതേപോലെ ലിവറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഫംഗ്ഷൻ, അപ്പൊ ദഹന പ്രക്രിയ പ്രോപ്പർ ഓട്ടോമാറ്റിക് ആയിട്ട്, അപ്പോഴാണ് മറ്റുള്ള ഗ്യാസ് ട്രബിൾ, നെഞ്ചിരിച്ചിലും പോലെ പ്രശ്നങ്ങൾ, വാൾസറിനൊക്കെ ആശ്വാസം കിട്ടും. നിങ്ങളുടെ സ്കിന്നിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നത് ലിവറിന് ഡാമേജ് വരുമ്പോഴായിരിക്കും. അപ്പൊ അതിനെ എന്ത് ചെയ്യാൻ പറ്റും, മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഇത് എങ്ങനെ കഴിക്കണം? 1 ടാബ്ലറ്റ് ട്വൈസ് എ ഡേ, ഒരു ഗുളിക 2 നേരം, 30 മിനിറ്റ് ബിഫോർ മീല്. ഭക്ഷണത്തിന് മുന്നേ രാവിലെയും വൈകുന്നേരം ഓരോ ടാബ്ലറ്റ് കഴിച്ചാൽ മതി. വേറെ എന്തെങ്കിലും അസുഖങ്ങളുള്ള ആളുകളാണെങ്കിൽ ഡോക്ടറോട് ചോദിച്ചിട്ട് കഴിച്ചോ എന്ന് പറഞ്ഞാൽ മതി. ഇത് കഴിച്ചത് കൊണ്ട് ഒരു സൈഡ് എഫക്ട് ഒന്നും ഉണ്ടാവില്ല. ഇതാണ് പ്രൊഡക്റ്റ്. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു അഡ്വാൻസ് ഡയബറ്റിക് അല്ലെ, അഡ്വാൻസ് ഷുഗർ ബാലൻസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ന് ആഗ്രഹിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് അവനവന്റെ ലിവറിനെ സംരക്ഷിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. കാരണം ജങ്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ആകെ മൊത്തം നാശമായി നിൽക്കുന്ന ആളുകളാണ് ഒരു പരിധി വരെ ഞാനും നിങ്ങളടങ്ങുന്ന എല്ലാ ആൾക്കാരും. അപ്പൊ വേറൊരു കാര്യം എന്ന് വെച്ചാല് ഈ ലിവറിന് എന്തെങ്കിലും ചെറിയ അസ്വസ്ഥത വരുമ്പോൾ തന്നെ ടോട്ടൽ ബോഡി എന്ത് ചെയ്യും, ഒരു ഉന്മേഷം കുറയാൻ തുടങ്ങും. മൊത്തത്തിലൊരു ലത്താർജി, ഒരു എന്താ പറയാ, ഒരു ക്ഷീണം അനുഭവിക്കുന്നതാണ്. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല എനർജറ്റിക് ആയിരിക്കും. ഇപ്പൊ രാവിലെ 6 മണിക്കൊക്കെ എഴുന്നേൽക്കാൻ പറ്റാത്ത ആളുകളുണ്ടാവും ക്ഷീണം കൊണ്ടൊക്കെ. അത് പലപ്പോഴും അത് നമ്മുടെ ഈ ലിവറുമായിട്ട് ബന്ധപ്പെട്ട ഫംഗ്ഷനിൽ വരുന്ന എന്തെങ്കിലും ഡിസോർഡറുകളൊക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് ഈ ഒരു ഉൽപ്പന്നം കൊടുക്കാൻ പറ്റും. ഇത് ഏതൊക്കെ കണ്ടീഷനിൽ കൊടുക്കാന്നുള്ളത്, നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറുള്ള ആളുകൾക്ക് കൊടുക്കാം, ആൽക്കഹോളിക് ഫാറ്റി ലിവറുള്ള ആളുകൾക്ക് കൊടുക്കാം, മഞ്ഞപ്പിത്തം ബാധിച്ച ആളുകൾക്ക് കൊടുക്കാം, ഹെപ്പറ്റൈറ്റിസിന്റെ എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള ആളുകൾക്ക് കൊടുക്കാം, സിറോസിസ് ഉള്ള ആളുകൾക്ക് കൊടുക്കാം, എന്തെങ്കിലും ദഹന സംബന്ധമായ പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് കൊടുക്കാം. ഇത് ആരോഗ്യമുള്ള എല്ലാവർക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കഴിപ്പിക്കാൻ പറ്റും. ഈ അസുഖത്തിന്റെ കാര്യം പറയാൻ കാരണം ഇവർക്കൊക്കെ നിങ്ങൾക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇനി അങ്ങോട്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് റിട്ടേൺ അടിച്ച ആളുകൾ വരെ തിരിച്ച് എന്ത് ചെയ്യും, ജീവിതത്തിലേക്ക് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ ചില ആൾക്ക് മനസ്സിലായെന്ന് വരില്ല. ഇവിടെ കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി ഭാഗത്തൊക്കെ ഒരുപാട് വൈദ്യന്മാരുണ്ടായിരുന്നു. അവര് ചികിത്സിച്ചിരുന്നത് ഇതിൽ പല ചെടികളുടെയും വേരും അതിന്റെ ഇലയും നീരും ഒക്കെ എടുത്തിട്ട് മുലപ്പാലിലൊക്കെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടായിരുന്നു. നമ്മളിവിടുന്ന് അങ്ങോട്ട് പോകുമ്പോ ഞാൻ ആംബുലൻസിൽ വരെ ആളെ കൊണ്ടുപോയിട്ടുണ്ട്. ആംബുലൻസിൽ മീൻസ് എന്ന് വെച്ചാൽ മെഡിക്കൽ കോളേജിൽ നിന്ന് റിട്ടേൺ അടിച്ച് മഞ്ഞപ്പിത്തം വന്ന് ഇനി ഒരു രക്ഷയില്ല, കംപ്ലീറ്റ് മഞ്ഞ നിറമായ ആളെ വരെ ഇതുകൊണ്ട് ഞാൻ ഇരിട്ടിയിലുള്ള ഒരു പാരമ്പര്യ വൈദ്യന്റെ അടുത്ത് കൊണ്ടുപോയപ്പോ പോകുമ്പോൾ ഇവിടുന്ന് നമ്മളൊരു മുലപ്പാൽ സംഘടിപ്പിക്കണം. അതിലാണ് അവരെന്ത് ചെയ്യുക, മെഡിസിൻ കൊടുക്കുക. അപ്പോ അങ്ങനെയുള്ള കണ്ടീഷൻ പോലും അവിടെ നിന്ന് എന്തെങ്കിലും ആളുകൾ റിക്കവറായി ഇഷ്ടം പോലെ പോയിട്ടുണ്ട്. കണ്ണൂർ ജില്ലക്കാർക്ക് കൂടുതലായിട്ട് അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഒരു എന്താ പറയാ, ഒരു പാരമ്പര്യ വൈദ്യത്തിൽ അവർ ഉപയോഗിച്ചിരിക്കുന്ന പല ചെടികളും ഇതൊക്കെ തന്നെയാണ് നമ്മുടെ കമ്പനി ഈ ഒരു പ്രൊഡക്റ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊരു മിറാക്കിൾ ആയിട്ടുള്ള റിസൾട്ടുകൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു
പ്രൊഡക്റ്റ് അവര് നിങ്ങളോട് ചിലപ്പോൾ പറയും എന്റെ SGBT, SGOT, GGT, അതേപോലെ ആൽക്കലൈൻ ഫോസ്ഫേറ്റ് ടെസ്റ്റ് ഒക്കെ എന്താണ് ഭയങ്കര ബുദ്ധിമുട്ടാന്നൊക്കെ പറയുമ്പോൾ എന്ന് വെച്ചാൽ ശരീരത്തിൽ ലിവറിൽ മാലിന്യങ്ങളുണ്ട്, ഇത്ര നിങ്ങൾ മനസ്സിലാക്കണ്ട. അവരോട് പറയാം സാർ ഇതിന്റെ കൂടെ ഒരു അഡ്വാൻസ് ഡീറ്റോക്സും കൂടി കഴിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അഡ്വാൻസ് ആദ്യത്തെ ഒരു 5-10 ദിവസം കഴിച്ചാലും മതി. അപ്പൊ എന്ത് ചെയ്യും? മാലിന്യത്തിന് അങ്ങ് പുറന്തള്ളാൻ സഹായിക്കും. അപ്പൊ ഒരു അഡ്വാൻസ് ലിവർ ക്ലീൻസും അതിന്റെ കൂടെ അഡ്വാൻസ് ഡീറ്റോക്സും ക്ലബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറെ കൂടി എളുപ്പത്തിൽ റിസൾട്ട് കിട്ടും. എന്റെ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഉള്ള ആൾക്കാണെങ്കിൽ അഡ്വാൻസ് ലിവർ ക്ലീൻസ് മാത്രം മതി. നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ആണ് അവർക്കുള്ളതെങ്കിൽ ഒരു അഡ്വാൻസ് ലിവർ ക്ലീൻസിന്റെ കൂടെ എന്ത് ചെയ്യുക? ഒരു അഡ്വാൻസ് ഡീറ്റോക്സ് കൂടി കൊടുക്കുക. ഇത് മാത്രം ശ്രദ്ധിക്കുന്നു. ബാക്കി എല്ലാത്തിനും ലിവർ സിറോസിസ് ആണെങ്കിലും ഡയറക്റ്റ് ബിൽറൂമിന്റെ ഇഷ്യൂ ഉള്ള ആളുകൾക്കാണ്, അപ്പറ്റൈറ്റിസ് പ്രശ്നങ്ങളുള്ള ആണെങ്കിലും ജോണ്ടിസ് ആണെങ്കിലും ഒക്കെ അഡ്വാൻസ് ലിവർ ക്ലീൻസ് മാത്രം മതി. 2 കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, ഫാറ്റി ലിവർ ഉള്ള നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഉള്ള ആളുകൾ കൊടുക്കുമ്പോൾ ഒരു അഡ്വാൻസ് ഡിറ്റോക്സ് കൂടി കൊടുക്കാൻ പറ്റുമെങ്കിൽ നല്ലതായിരിക്കും. കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, റിസൾട്ട് കിട്ടും. പക്ഷെ കൊടുക്കുകയാണെങ്കിൽ ആ റിസൾട്ട് ഒന്നും കൂടി ഫാസ്റ്റാണ്. ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇതാണ് ഒരു പ്രൊഡക്റ്റ്. പിന്നീടുള്ളതെന്ന് വെച്ചാല് ജോയിന്റ് ഗാർഡാണ്. ഇത് 2 പ്രൊഡക്റ്റിനെ കുറിച്ച് സംസാരിക്കാം. ജോയിന്റ് ഗാർഡ് അതിന്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ നമ്മുടെ ടോട്ടൽ ജോയിന്റിനെ സംരക്ഷിക്കും. ഒരുപാട് ആളുകൾ ഉണ്ടാവും, മുട്ടുവേദന, തേയ്മാനം, അമവാദം, സന്ധിവാദം ഇങ്ങനെയുള്ള പറഞ്ഞിട്ട് വല്ലാണ്ട് വേദന അനുഭവിക്കുന്ന ആളുകളുണ്ടാവും. ഈ ഒരു പ്രൊഡക്റ്റിന്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇതെന്ത് ചെയ്യും? ജോയിന്റിനും മസിലിനും സ്ട്രെങ്ത് ചെയ്യാനും അതിന്റെ വേദന മാറ്റിയെടുക്കാൻ സഹായിക്കും. നമ്മുടെ മാട്രസ് പേഡും പില്ലോ പേഡും വാട്ടറേജ് പേഡൊക്കെ കാലിന് ചുറ്റിയിട്ട് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, പുരുഷന്മാർക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും. സ്ത്രീകൾക്ക് റിസൾട്ട് കിട്ടാൻ കുറച്ച് ലേറ്റ് ആകുന്നുണ്ടാവും, കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി ഒക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഒരു പ്രൊഡക്റ്റ് ക്ലബ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മുടെ നിലവിലുള്ള കസ്റ്റമർ ഉണ്ടാവും അല്ലെ, മുട്ടുവേദനക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടിയിട്ടില്ല, കുറച്ച് സമയം എടുക്കുന്നുണ്ടാവും. അപ്പൊ ചില ആളുകൾക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവും, പ്രത്യേകിച്ച് പുരുഷന്മാർക്കൊക്കെ പെട്ടെന്ന് റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ സ്ത്രീകൾക്ക് ഇപ്പോഴും അവര് വേദനയാണെന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അവരോട് എന്ത് ചെയ്യാം? ഇങ്ങനെ ഒരു പ്രൊഡക്റ്റും കൂടി എടുത്ത് കഴിച്ചാൽ നല്ലതാണെന്ന് പറയാം. ഭക്ഷണത്തിന് ശേഷം രാവിലെയും വൈകുന്നേരം ഓരോ ടാബ്ലറ്റ് കഴിച്ചാൽ മതി. ഭക്ഷണത്തിന് ശേഷമാണിത്. നേരത്തെ ഞാൻ പറഞ്ഞത് ഭക്ഷണത്തിന് മുന്നെയാണ്. അപ്പൊ ഇത് മസിലിനും ജോയിന്റിനുള്ള ന്യൂട്രീഷൻസ് സപ്ലൈ ചെയ്യും. അത് എന്ത് ചെയ്യും? ജോയിന്റിന്റെ ഫ്ലെക്സിബിലിറ്റിയും സ്ട്രെങ്ത്തും കൂട്ടാൻ സഹായിക്കും. അതേപോലെ തന്നെ ആർത്രറ്റിക് പെയിന്, വാദത്തിന്റെ വേദനകളിൽ നിന്ന് ഒരു മോചനം കിട്ടും. അതേപോലെ തന്നെ നമ്മുടെ സ്റ്റിഫ്നെസ്, സ്വെല്ലിങ്, നീർക്കെട്ട്, അതേപോലെ ബോഡിയിലുള്ള ഏത് വേദനക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യും? ജോയിന്റ് ഗാർഡ് കൊടുക്കാൻ പറ്റും. ഈ ജോയിന്റിന്റെ മൊബിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ്. ഇനി ഇതിന്റെ അകത്ത് എന്താ ഉള്ളത് നോക്കി കഴിഞ്ഞാല് ഇത് കമ്പനിയുടെ തന്നെ സ്ലൈഡാണ്. നിങ്ങൾക്ക് എന്ത് ഇതൊക്കെ ഈ ഒരു പ്രശ്നത്തിനൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അമവാദം, സന്ധിവാദം, ബാക്ക് പെയിന്, നീ പെയിന്, എനി ജോയിന്റ് പെയിന്, ഇത് വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. 3-4 മാസത്തിനുള്ളിൽ ഇത് ഉപയോഗിച്ചിട്ട് 10 ദിവസം തന്നെ ബോഡിയിൽ എന്ത് ചെയ്യും? എഫക്ട് ചെയ്ത് തുടങ്ങുന്നതാണ്. ഭക്ഷണത്തിന് ശേഷം രാവിലെയും വൈകുന്നേരം ഓരോ ടാബ്ലറ്റ്, അത് ശ്രദ്ധിച്ചാൽ മതി. ഈ ബോട്ടിലിന്റെ പുറത്തെല്ലാം എഴുതിയിട്ടുണ്ടാവും. നമ്മൾ ഇനി അടിക്കാൻ പോകുന്ന ബ്രോഷറിലും ഈ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഷെല്ലാക്കി എന്ന് പറയും, കുന്തിരിക്കം എന്ന് പറയും. ഇത് എന്ത് ചെയ്യും? ഇൻഫ്ലമേഷനെ കുറക്കാനൊക്കെ സഹായിക്കും. ആമവാദം, സന്ധിവാദം, ആസ്മ ഇങ്ങനെയുള്ള അസുഖങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് കുന്തിരിക്ക. അതേപോലെ ഗുഗ്ഗുരു എന്ന് പറയുന്നത് ശാലമരം, ഗുഗ്ഗുരു എന്നൊക്കെ പറയുന്നത് ഒരു ആയുർവേദ ചെടിയാണ്. ഗ്രാമ്പു ശരീരത്തിലെ വേദനകൾ മാറ്റാൻ, നീർക്കെട്ട് മാറ്റാനൊക്കെ ഉപയോഗിക്കും. ജടാമാഞ്ചി എന്ന് പറയും, തകരം എന്നൊക്കെ പറയും, വലേറി എന്നാ പറയുക. ഇത് പല ആയുർവേദ വേദന സംഹാരികളിലും ഓയിന്റ്മെന്റിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ്. അതുപോലെ ചങ്ങമ്പരണ്ട എന്ന് പറയുന്നത് ഈ ചെടി നിങ്ങൾ പലരും നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇതൊക്കെ ടോട്ടൽ ഇതിന്റെ ഒക്കെ എന്താണ് ഇൻഗ്രീഡിയന്റ്, ഇതിൽ നിന്ന് എന്താണോ നമുക്ക് വേദനക്കും ജോയിന്റ് പെയിനൊക്കെ ആവശ്യമുള്ള അതാണ് നമ്മൾ ഇതിൽ എഴുതുന്നത്. അതേപോലെ മഞ്ഞളിനുള്ളിൽ കുർക്കുമിന്, അതേപോലെ തന്നെ നൊച്ചി അല്ലെങ്കിൽ കരിനൊച്ചി എന്ന് പറയും. പണ്ട് വേദനക്ക് ആളുകൾ ഈ പടം പറഞ്ഞു പോയാലും അതേപോലെ തന്നെ വേദനക്കൊക്കെ ഉപയോഗിക്കുന്ന സാധനമായിരിക്കും. ഇത് എന്നെക്കാട്ട് അറിവുള്ള ആളുകൾ ഇതിന്റെ അകത്ത് ഇരിക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ ഗിലോയ്, ചിച്ചാമ്പത്, കുരുമുളക് അല്ലെ, കുരുമുളക് മാത്രം കെട്ടിവെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ആളുകൾക്ക്
ആശ്വാസം കിട്ടിയ ആളുകളൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഇതിന്റെ അകത്തുള്ളത്. 10ഓളം ഇൻഗ്രീഡിയന്റ് ഉണ്ട്. ഇതിന്റെ ശാസ്ത്രീയ നാമവും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ജോയിന്റ് ഗാർഡ് ബാക്ക് പെയിനും പൊണ്ണത്തടിയും ഉണ്ടെങ്കിൽ ബാക്ക് പെയിൻ ഉണ്ട്, അതേപോലെ തന്നെ ഓവർ ഒബ്സിറ്റി പൊണ്ണത്തടി ഉണ്ടെങ്കിൽ ബോഡി വെയിറ്റ് ഒന്ന് കുറയണല്ലോ. അപ്പൊ എന്ത് ചെയ്യുക, അഡ്വാൻസ് ഡീറ്റോക്സ് കൊടുക്കുക. അത് ആദ്യത്തെ ഒരാഴ്ച അഡ്വാൻസ് ഡീറ്റോക്സ് ഒക്കെ കഴിച്ച ശേഷം ജോയിന്റ് ഗാർഡ് ഒന്നിച്ച് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തോളും പറയാം. അഡ്വാൻസ് ഡീറ്റോക്സ് കഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ ചില ആൾക്ക് ലൂസ് മോഷൻ ഉണ്ടാവും നന്നായിട്ട് കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കുക. ഇതിൽ ആകെ ഒരു ഇംപ്രൂവ്മെന്റ് റിയാക്ഷൻ ഉണ്ടാകുന്ന ഒരൊറ്റ പ്രൊഡക്റ്റേ ഉള്ളൂ, അത് അഡ്വാൻസ് ഡീറ്റോക്സ് ആണ്. അത് കഴിക്കുന്ന സമയത്ത് ചിലർക്ക് ഛർദി ഉണ്ടാവും, ചിലർക്ക് ലൂസ് മോഷൻ ഉണ്ടാവും, ചിലർക്ക് ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവും. അവരോട് പറഞ്ഞു കൊടുക്കണം ഇത് ശരീരത്തിലുള്ള മാലിന്യങ്ങളെ എന്ത് ചെയ്യും പുറന്തള്ളുന്ന ഒരു പ്രോസസ്സാണ് നടക്കുന്നത്, അപ്പൊ ചെറുതായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടാവും പറയണം. രണ്ടാമത് മലബന്ധം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ, വാദത്തിന്റെ വേദനകള്, വാദം വന്ന ആളുകൾ പല പല മെഡിസിൻ ഒക്കെ കഴിച്ചിട്ട് അവർക്ക് പൊതുവേ ശോധന കുറവായിരിക്കും. അപ്പൊ അവർക്ക് എന്ത് ചെയ്യുക, അതേപോലെ തന്നെ അഡ്വാൻസ് ഡീറ്റോക്സ് കൊടുക്കുക, ഈ ജോയിന്റ് ഗാർഡിന്റെ കൂടെ ക്ലബ് ചെയ്ത് കൊടുക്കുക. പിന്നീട് സയാറ്റിക്ക പെയിന്, സയാറ്റിക്കാന്റെ വേദന ഉള്ള ആളുകൾക്ക് നമ്മൾ ഇത് കൊടുക്കുമ്പോൾ അവരുടെ ബ്രെയിൻ ഫങ്ഷൻ, അവർക്ക് ഒരിക്കലും ഫോക്കസും ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല. വേദന സഹിച്ച് ആ നാടിക്കുള്ള ക്ഷതമാണ് സയാറ്റിക്ക എന്ന് പറഞ്ഞ നാടിക്ക്. അപ്പൊ അങ്ങനെ എന്ന് വെച്ചാൽ ഒരു കാലിന് ഇടുപ്പിന് താഴോട്ടുള്ള വേദന ഉള്ള ആളുകൾ ഉണ്ടാവും. ഇതൊന്നും കഴിച്ചില്ലെങ്കിലും നമ്മൾ പ്രീമിയം മാട്രസ് പാഡും വാട്ടർ എനർജി പാഡും റിസ്റ്റ് ബാൻഡും കിട്ടിയാൽ അത് 100% മാറുന്നുണ്ട്. ചില ആളുകൾ ഉണ്ടാവുമല്ലോ, അവർക്ക് എന്തെങ്കിലും കഴിക്കണം തിന്നണം എന്നൊക്കെ പറയുന്ന ആളുകൾ, നമുക്ക് എല്ലാ തരത്തിലുള്ള ആളുകളെ നമ്മളെ കൂടെ നിർത്തേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് എന്ത് ചെയ്യുക, അവർക്ക് എന്ത് ചെയ്യുക കൊടുക്കുക. അതിന്റെ കൂടെ മെമ്മറി മാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊഡക്റ്റും കൂടി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കുറേയും കൂടി ഈസി റിക്കവറി ആവും. അതേപോലെ തന്നെ ഫ്രോസൺ ഷോൾഡറിന്റെ വേദനക്കാണ് വാങ്ങുന്നത്, അവർ ഡയബറ്റിക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് അഡ്വാൻസ് ഷുഗർ ബാലൻസ് കൊടുക്കണം. ഈ വേദനയുള്ള ആൾക്കാർക്ക് ഡയബറ്റിക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അഡ്വാൻസ് ഷുഗർ ബാലൻസും കൂടി അതിന്റെ കൂടെ കൊടുക്കാം, അവർക്ക് നല്ല റിസൾട്ട് കിട്ടും. മസിൽ പെയിൻ ആണെങ്കിലും ഓസ്റ്റിയോപൊറോസിസ് ആണെങ്കിലും, ഈ സ്ത്രീകൾക്ക് വരുന്ന ഈ ആർത്തവ സമയത്ത് ഉണ്ടാകുന്ന, ആർത്തവം കഴിഞ്ഞതിന് ശേഷം സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് എല്ല് തേയ്മാനം എന്നൊക്കെ പറയും, ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയും. അതിനൊക്കെ ജോയിന്റ് ഗാർഡ് വളരെ വളരെ നല്ല റിസൾട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ യൂറിക് ആസിഡ് സംബന്ധിച്ച വേദനക്ക് ജോയിന്റ് ഗാർഡ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ആക്സിഡന്റൽ പെയിൻ, എന്തെങ്കിലും അപകടം പറ്റിയിട്ടൊക്കെ ഉള്ള വേദന അല്ലെ കേൾക്കുന്ന ആളുകളുണ്ടാവും. അപ്പൊ അത് വേദന സംഹാരി എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പ്രൊഡക്റ്റ് കൊടുക്കാൻ പറ്റും. ഇതാണ് ജോയിന്റ് ഗാർഡായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാനുള്ളത്. 2 പ്രൊഡക്റ്റാണ് നമ്മൾ സംസാരിച്ചത്. ഒന്ന് നമ്മുടെ കരളിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും അതിനുള്ള എന്തെങ്കിലും ഡിസോർഡർ ഉണ്ടെങ്കിൽ അതിനെ മാറ്റിയെടുക്കാനുള്ള ഒരു പ്രൊഡക്റ്റ്. അപ്പോ ഈ 2 കാര്യങ്ങളും മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നത്. ഞാൻ അൺമ്യൂട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ അല്ലെങ്കിൽ അഭിപ്രായം പറയാനോ നിർദ്ദേശിക്കാനോ ഉണ്ടെങ്കിൽ സംസാരിക്കുക. ചോദ്യങ്ങൾ എന്തും ചോദിക്കുക, എന്നോട് ഉത്തരം പ്രതീക്ഷിക്കരുത്, കാരണം എനിക്ക് അത്രത്തോളം അറിവില്ല. ഓക്കെ, ചോദ്യങ്ങൾ ചോദിക്കാം. ഓക്കെ, വെൽക്കം സാറേ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. ജോയിഷ് സാർ. ഓക്കെ, പറയൂ സാറേ. എനിക്കൊരു സംശയം. നമ്മൾ ഈ പ്രൊഡക്റ്റ് ഒരേ സമയം 1ഉം 2ഉം ഒക്കെ കഴിക്കാൻ പറ്റുമോ? നമുക്ക് കഴിക്കാൻ പറ്റും, വേറെ ബുദ്ധിമുട്ടൊന്നും നമുക്ക് ഉണ്ടാവില്ലല്ലോ? അലോപ്പതിയോ മറ്റുള്ള ഏതെങ്കിലും മെഡിസിൻ കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു 1/2-3/4 മണിക്കൂർ ഗ്യാപ്പ് ഇട്ടിട്ട് കഴിച്ചാൽ മതി. ഒരേ സമയം നമുക്ക് ഇപ്പൊ ജോയിന്റ് ഗാർഡ് ആയാലും ശരി, അഡ്വാൻസ് ലിവർ ആ പ്രൊഡക്റ്റ് ആയാലും ശരി, ഒരു ദിവസം 2 കഴിക്കണോണ്ട് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇല്ല, ഒന്നുമില്ല. അത് കമ്പനി ആ മീറ്റിംഗ് നമ്മൾ ചോദിച്ച സമയത്ത് പറഞ്ഞു വെച്ചാല്, നമ്മളിപ്പോ 10 ടാബ്ലറ്റ് ഒന്നിച്ച് പൊടിച്ചിട്ട് സൂപ്പാക്കി കഴിച്ചാലും നമുക്ക് ഒരു പ്രശ്നമില്ല എന്നാ പറഞ്ഞത്. ഓക്കെ ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആ, സരസ്വതി ഫ്രം മുംബൈ. അതെ അതെ, ഗുഡ് മോർണിംഗ്. ഈ ഗുളിക എത്ര നാള് കഴിക്കേണ്ടി വരും സാറേ? അസുഖമൊന്നും ഇല്ലാത്തവർക്കും കഴിക്കാവുന്നല്ലേ പറഞ്ഞ? എത്ര നാള് വേണ്ടി വരും? മിനിമം 90 ഡേയ്സ് ഒരാൾ കഴിച്ചിരിക്കണം, 90 ദിവസം, 3 മാസം. രോഗമൊന്നും ഇല്ലാത്തവരും? രോഗമൊന്നും ഇല്ലാത്തവരും. ഓക്കെ സാർ, താങ്ക് യു.
ഹലോ, ഗുഡ് മോർണിംഗ് സർ. രോഗമില്ലാത്തവര് ഈ പെയിൻ കില്ലർ ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ജോയിന്റ് ഗാർഡ് ഒന്നും കഴിക്കണ്ട. രോഗമില്ലാത്ത ആളുകൾ ശരിക്കും പറഞ്ഞാൽ അഡ്വാൻസ് ലിവർ ക്ലിയൻസ്, അതേപോലെ തന്നെ മെമ്മറി മാക്സ്, അതേപോലെ നമ്മുടെ ഡയബറ്റിക്കിന്റെ അഡ്വാൻസ്, ഷുഗർ ബാലൻസ്, ഇതൊക്കെ കഴിച്ചാൽ മതി. ജോയിന്റ് ഗാർഡ് ഒന്നും വെറുതെ 3 മാസം കഴിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് വേദനയായിട്ട് റിലേറ്റ് ചെയ്തതല്ല. അല്ല, ബാക്ക് പെയിൻ അല്ലല്ല, ബാക്ക് പെയിനും നീ പെയിനും ഒക്കെ ഉള്ളവർക്ക് 3 മാസം കഴിക്കാൻ 90 ഡേയ്സ്. ഓക്കെ. താങ്ക് യു സർ. വെൽക്കം ആണ്. ഇപ്പം നമ്മുടെ മിനീഷ് സാറും നല്ല രീതിയിൽ അതിന്റെ ജോയിന്റ് ഗാർഡിനെ പറ്റിയും അതുപോലെ തന്നെ അതുപോലെ അഡ്വാൻസ് ലിവർ ക്ലീൻസ്, ഇതിനെ രണ്ടിനെ പറ്റിയും പ്രൊഡക്റ്റിനെ പറ്റിയും വളരെയായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. ഇനിയും നമുക്ക് ഇതുപോലെ ക്ലാസ്സുകൾ ഓരോ ദിവസം മുന്നോട്ട് ഓരോ പ്രൊഡക്റ്റിനെ പറ്റി അദ്ദേഹം തരുന്നതായിരിക്കും. ഓക്കെ, വളരെ താങ്ക് യു സോ മച്ച് മിനീഷ് സാർ.